ബിഗ് ബോസ് മലയാളം സീസൺ 8 വരികയാണ്. അതേക്കുറിച്ചുള്ള വാർത്തകളും വിശകലനങ്ങളുമായി സോഷ്യൽ മീഡിയ വീണ്ടും സജീവമായി തുടങ്ങി. ഈ സീസണിലെ ഏറ്റവും വലിയ സർപ്രൈസ് എലമെന്റ് ആകുവാൻ പോകുന്നത് അഗ്നിപരീക്ഷ എന്ന കോമണേഴ്സിനെ തെരഞ്ഞെടുക്കുവാനുള്ള ക്രൈറ്റീരിയയാണ്. അതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളുമായി 2 വീഡിയോകൾ ഇപ്പോൾ തന്നെ പുറത്തു വന്നു. ആദ്യം തന്നെ ലാലേട്ടൻ ഈ സീസണെക്കുറിച്ചും കോമണേഴ്സിന്റെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചുമുള്ള മുന്നറിയിപ്പ് നൽകി. ഇപ്പോഴിതാ ഗോപിക, നന്ദന, റസ്മിൻ ബായി, അനീഷ് തുടങ്ങിയവർ അടുത്തൊരു വീഡിയോയിൽ അഗ്നിപരീക്ഷ എന്ന പ്രോഗ്രാമിനെക്കുറിച്ചും ആ പ്രോഗ്രാമിലേക്ക് എങ്ങനെ സാധാരണക്കാർക്ക് അപ്ലൈ ചെയ്യാം എന്നതിനെക്കുറിച്ചുമുള്ള വളരെ വിശദമായ ഒരു പിടി നിർദ്ദേശങ്ങളും ഒപ്പം സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള 3 മിനിറ്റിൽ കവിയാത്തൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് അയക്കേണ്ട ലിങ്കും കൈമാറി. സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിൽ കൂടി ബിഗ് ബോസ് മലയാളം സീസൺ 8 ചരിത്രം തിരുത്തി കുറിക്കുവാൻ പോവുകയാണ്. ഇക്കുറി സാധാരണക്കാർ വെറും ഒരു കോമണറായിട്ട് മാത്രമല്ല, മറിച്ച് തീപ്പൊരി പാറുന്ന ഒരു റിയാലിറ്റി ഷോയിലൂടെ അഗ്നിശുദ്ധി വരുത്തിയാണ് മെയിൻ ഹൗസിലേക്ക് എത്തുന്നത്. എന്താണ് അഗ്നിപരീക്ഷ? ഈ ഷോയിലൂടെ വരുന്നവർക്ക് ലഭിക്കുന്ന വമ്പൻ അഡ്വാൻറ്റേജുകൾ അതെന്തൊക്കെയാണ്? സെലിബ്രിറ്റികളെക്കാൾ അവർ മുൻപിലെത്തുമോ, അതോ ഇതവർക്കൊരു കെണിയാകുമോ? നമുക്ക് നോക്കാം. അതേക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുവാൻ പോകുന്നത്. ഇത്തവണ 2-3 പേരല്ല, അതിൽ കൂടുതൽ സാധാരണക്കാർ ബിഗ് ബോസിൽ എത്തിപ്പെടുവാൻ സാധ്യതയുണ്ട്. 8ാമത്തെ സീസൺ ആയതുകൊണ്ട് ഒരുപക്ഷെ 8 കോമണേഴ്സ് ഉണ്ടാകാം എന്ന് പറയുന്നവരുമുണ്ട്. അതേക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സീസൺ 8ലേക്ക് തിരഞ്ഞെടുക്കപ്പെടുവാൻ പോകുന്ന ഈ കോമണേഴ്സിന് വേണ്ടി അഗ്നിപരീക്ഷ എന്ന പേരിൽ ഒരു പ്രോഗ്രാം തന്നെ സംപ്രേഷണം ചെയ്യുവാൻ പോകുന്നു. ബിഗ് ബോസ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇത് ത്രില്ലടിപ്പിക്കുന്ന പ്രത്യേകതയാണ്. ജഡ്ജസും കഠിനമായ ടാസ്കുകളും നിറഞ്ഞ ഒരു പ്രോഗ്രാമാണ് അഗ്നിപരീക്ഷ. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു മിനി ബിഗ് ബോസ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഈ പ്രോഗ്രാമിൽ കൂടി തിരഞ്ഞെടുക്കപ്പെടുവാൻ പോകുന്ന ആൾക്കാർക്ക് ലഭിക്കുന്ന പലവിധ അഡ്വാൻറ്റേജുകളുണ്ട്. ഒരു വിധത്തിൽ പറഞ്ഞാൽ സെലിബ്രിറ്റികളെക്കാൾ സാധ്യത ഇവർക്കാണ് കൂടുതൽ. അതിൽ പ്രധാനപ്പെട്ടത് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ തന്നെയാണ്. എന്ന് വെച്ചാൽ പ്രീ ബിൽറ്റ് ഫാൻ ബേസ്. സാധാരണയായി ഒരു കോമണർ ബിഗ് ബോസിൽ എത്തിയാൽ പ്രേക്ഷകർ അവരാരാണെന്ന് മനസ്സിലാക്കുവാൻ തന്നെ 2-3 ആഴ്ച എടുക്കും. എന്നാൽ അഗ്നിപരീക്ഷ എന്ന ഷോയിലൂടെ വരുന്നവർക്ക് മെയിൻ ഷോ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു വലിയ ജനപിന്തുണ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ഓരോ ആഴ്ചയിലും ടാസ്കുകൾ കളിച്ച് ജയിക്കുന്നത് പ്രേക്ഷകർ കാണുന്നത് കൊണ്ട് തന്നെ ഇവരുടെ കഴിവും ക്യാരക്ടറും ജനങ്ങൾക്ക് മുൻകൂട്ടി മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ 1ാം ദിവസം ബിഗ് ബോസ് ഹൗസിൽ കാല് കുത്തുമ്പോൾ തന്നെ ഇവർക്ക് സ്വന്തമായ ഒരു വോട്ട് ബാങ്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അടുത്തത് ടാസ്ക് എക്സ്പീരിയൻസ് ആൻഡ് മെന്റൽ പ്രിപ്പറേഷൻ. ജഡ്ജസിന് മുൻപിൽ പലതരം കഠിനമായ ടാസ്കുകൾ വിജയിച്ചാണ് ഇവർ വരുന്നത്. അതിനാൽ തന്നെ ഹൗസിലെ ഫിസിക്കൽ, മെന്റൽ ടാസ്കുകൾ എങ്ങനെ നേരിടണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഇവർക്കുണ്ടാവും. ആദ്യ ആഴ്ചകളിൽ സെലിബ്രിറ്റികൾ ക്യാമറയ്ക്ക് മുമ്പിൽ പതറുമ്പോൾ ഈ അഗ്നിപരീക്ഷ വിജയികൾ വളരെ കോൺഫിഡൻ്റ് ആയി കളി തുടങ്ങും. മറ്റൊരു കാര്യം, അണ്ടർഡോഗ് ഇമേജും സഹതാപവും ലഭിക്കുന്നതാണ്. അണ്ടർഡോഗ് എഫക്റ്റ്, അതായത് ലളിതമായി പറഞ്ഞാൽ ഒരു മത്സരത്തിലോ പ്രതിസന്ധി ഘട്ടത്തിലോ ഏറ്റവും ദുർബലരെന്നും തോൽക്കുവാൻ സാധ്യതയുള്ളവരെന്നും നമ്മൾ കരുതുന്ന വ്യക്തിയെയോ ഗ്രൂപ്പിനെയോ ജനങ്ങൾ ഒന്നടങ്കം പിന്തുണയ്ക്കുന്ന ഒരു മാനസികാവസ്ഥയാണ്. ഇതിനെ മനഃശാസ്ത്രപരമായും ബിഗ് ബോസ് പോലെയുള്ള റിയാലിറ്റി ഷോകളുടെ പശ്ചാത്തലത്തിലും വിശകലനം ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും. അതിൽ 1ാമത്തെ പ്രത്യേകത സാധാരണക്കാരനോടുള്ള മലയാളികളുടെ ഒരു വല്ലാത്ത അനുഭാവം തന്നെയാണ്. ശക്തനായ ഒരു എതിരാളിയോട്, ഉദാഹരണത്തിന് വലിയ സ്വാധീനമുള്ളൊരു സെലിബ്രിറ്റിയോട് ഒരു സാധാരണക്കാരൻ മത്സരിക്കുമ്പോൾ പ്രേക്ഷകർ തങ്ങളെ തന്നെ ആ സാധാരണക്കാരനിൽ ദർശിക്കുവാൻ തുടങ്ങും. എന്നുവെച്ചാൽ അവരും നമ്മളെപ്പോലെ തന്നെ സാധാരണക്കാരാണ് എന്നുള്ളൊരു ചിന്ത അത് ജനങ്ങളിൽ ശക്തമായ ഒരു വൈകാരിക ബന്ധമുണ്ടാക്കും. അത് വലിയ അളവിൽ സപ്പോർട്ട് ലഭിക്കുവാനുള്ള ഒരു ഘടകം തന്നെയാണ്. അടുത്തത് അത്ഭുതങ്ങൾ കാണുവാനുള്ള ആഗ്രഹമാണ്. എല്ലാവരും വിജയിക്കും എന്ന് കരുതുന്ന ഒരാൾ ജയിക്കുന്നതിനേക്കാൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരാൾ പ്രതിസന്ധികളെ അതിജീവിച്ച് ജയിച്ചു കയറുന്നത് കാണുവാനുള്ള ആളുകളുടെ ആ താല്പര്യം അത് കൂടുതലാണ്. സിനിമകളിലെ ക്ലൈമാക്സ് ഹീറോയിസം പോലെയാണിത്. ബിഗ് ബോസിൽ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ഏതാനും സീസണുകളിലെ ചരിത്രം മാത്രം പരിശോധിച്ചാൽ മതിയാവും. ഗോപിക, അനീഷ് തുടങ്ങിയ കോമണേഴ്സൊക്കെ അതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. ആദ്യ ആഴ്ചകളിലെ ഒറ്റപ്പെടൽ അവർക്ക് വലിയ മൈലേജ് തന്നെയാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ഹൗസിനുള്ളിലെ പ്രമുഖരായ സെലിബ്രിറ്റികൾ ഒരു കോമണറെയോ അല്ലെങ്കിൽ അധികം പ്രശസ്തനല്ലാത്ത ഒരു മത്സരാർത്ഥിയോ കൂട്ടം ചേർന്ന് ആക്രമിക്കുകയോ മാറ്റി നിർത്തുകയോ ചെയ്യുമ്പോൾ ഈ അണ്ടർഡോഗ് എന്ന് പറയുന്ന എഫക്റ്റ് ആക്റ്റീവ് ആകുവാൻ തുടങ്ങും. ആ സമയത്ത് ജനങ്ങളുടെ കൗണ്ടർ സപ്പോർട്ട് ഈ കോമണർക്ക് ലഭിക്കും. ഹൗസിനുള്ളിൽ ഈ മത്സരാർത്ഥി ഒറ്റപ്പെടുമ്പോൾ പുറത്ത് പ്രേക്ഷകർ അവർക്ക് വേണ്ടി ആർമികളും ഫാൻ പേജുകളും ക്രിയേറ്റ് ചെയ്യുവാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ വലിയ സെലിബ്രിറ്റികളെ പോലും വോട്ടിങ്ങിൽ പിന്നിലാക്കുവാൻ ഈ അണ്ടർഡോഗ് ഇമേജ് കൊണ്ട് അവർക്ക് സാധിക്കും. അഗ്നിപരീക്ഷക്കാരുടെ കാര്യത്തിൽ അഗ്നിപരീക്ഷ കഴിഞ്ഞു വരുന്ന കോമണേഴ്സിന് സെലിബ്രിറ്റികൾ ഭീഷണിയായി കണ്ട് ഒറ്റപ്പെടുത്താൻ നോക്കിയാൽ പ്രേക്ഷകർ ഈ കോമണേഴ്സിന്റെ പിൻപിൽ ഒരു വലിയ കോട്ട പോലെ അണിനിരക്കും.
ചുരുക്കത്തിൽ തങ്ങളെക്കാൾ ശക്തരായവരോട് പൊരുതി നിൽക്കുന്ന പാവം അല്ലെങ്കിൽ ദുർബലൻ എന്ന് തോന്നിക്കുന്ന മത്സരാർത്ഥിക്ക് ജനം നൽകുന്ന ഒരു കവചമാണ് അണ്ടർഡോഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അനീഷിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് കഴിഞ്ഞ സീസണിൽ കൃത്യമായി വർക്കൗട്ട് ആയത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെലിബ്രിറ്റികൾ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ പോലും വലിയ രീതിയിൽ വിമർശിക്കപ്പെടുമ്പോൾ ഈ കോമണേഴ്സ് ചെയ്യുന്ന വലിയ തെറ്റുകളെ അവർ സാധാരണക്കാരല്ലേ, പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ എന്ന രീതിയിൽ ജനങ്ങൾ ക്ഷമിക്കുവാനും പിന്തുണയ്ക്കുവാനും സാധ്യത കൂടുതലാണ്. ഒന്നിലധികം ആൾക്കാർ കോമണേഴ്സ് ആയിട്ടുണ്ടാകും എന്നാണ് കേൾക്കുന്നത്. ഒരുപക്ഷെ 8 പേരുണ്ടായേക്കാം. അങ്ങനെയുള്ളപ്പോൾ ഈ 8 പേർ ഒരുമിച്ച് ഒരു കഠിനമായ പ്രക്രിയയിലൂടെ കടന്നു വരുമ്പോൾ അവർ മുൻ പരിചയമുള്ളവരും ഒരുമിച്ച് ഒരു ഷോയിൽ പങ്കെടുത്ത് വിജയിച്ച് കയറി വന്നവരുമായതിനാൽ അവർക്കിടയിൽ ഒരു ശക്തമായ സൗഹൃദമോ കൂട്ടായ്മയോ രൂപപ്പെടുവാൻ സാധ്യതയുണ്ട്. അതിനാൽ ഹൗസിനുള്ളിലെ സെലിബ്രിറ്റികൾ ഇവരെ ഒറ്റപ്പെടുത്തുവാൻ നോക്കിയാൽ ഈ 8 പേർക്ക് ഒരു ശക്തമായ അലയൻസ് ഉണ്ടാക്കി ഈ ഗെയിമിനെ നിയന്ത്രിക്കുവാൻ സാധിക്കും. അവിടെ മത്സരത്തിന്റെ ഗതി തന്നെ മാറും. ഇതിനെ നേരിടുവാൻ സെലിബ്രിറ്റികൾ ഒരുപക്ഷെ മറു ഗ്രൂപ്പൊക്കെ പതിയെ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. ഇതൊക്കെയാണ് പോസിറ്റീവ് വശങ്ങൾ. പക്ഷെ ഇതുപോലെ തന്നെ കുറച്ച് നെഗറ്റീവ് വശങ്ങളും അഗ്നിപരീക്ഷക്കാർക്കുണ്ട്. എന്ന് വെച്ചാൽ ഇവർക്ക് തിരിച്ചടിയാകുവാനുള്ള പല പ്രശ്നങ്ങളും ഇതിനിടയിൽ തന്നെ കിടപ്പുണ്ട്. അതിൽ ഒന്നാമത്തേത് മുൻകൂട്ടിയുള്ള ജഡ്ജ്മെന്റും പ്രെഡിക്റ്റബിലിറ്റിയുമാണ്. അഗ്നിപരീക്ഷ കാണുന്ന പ്രേക്ഷകർ ഇവരുടെ സ്വഭാവം മുൻകൂട്ടി വിലയിരുത്തും. ആ ഷോയിൽ വെച്ച് ആരെങ്കിലും ഒരു മോശം പെരുമാറ്റം നടത്തിയാൽ മെയിൻ ഷോ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവർക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ നെഗറ്റിവിറ്റിയും ആർമി ഗ്രൂപ്പുകളുടെ ഡീഗ്രേഡിങ്ങും ആരംഭിക്കും. ഇതൊരു വലിയ പ്രശ്നമാണ്. അങ്ങനെ വരുമ്പോൾ സർപ്രൈസ് എലമെന്റ് ഇവർക്ക് നഷ്ടപ്പെടും. സെലിബ്രിറ്റികൾക്ക് തങ്ങളുടെ യഥാർത്ഥ സ്വഭാവം കുറച്ചുനാൾ ഒളിച്ചു വെക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഇവരാദ്യമേ തന്നെ തുറന്ന പുസ്തകങ്ങളായിട്ടാണ് അതിനകത്തേക്ക് എത്തുന്നത്. അതിനാൽ തന്നെ അഗ്നിപരീക്ഷ എന്ന ഈ ഒരു പ്രോഗ്രാമിൽ കൂടി അവർക്ക് പലതും തെളിയിക്കേണ്ടതായിട്ട് വരും. ഒന്നാമത്, കൂടെ നിൽക്കുന്ന മത്സരാർത്ഥികളെ ശാരീരികമായും മാനസികമായും പരാജയപ്പെടുത്തി ജഡ്ജസിന്റെ മുൻപിൽ നന്നായി സ്കോർ ചെയ്യണം. അപ്പോൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ കയ്യിലെടുക്കുവാനുള്ള പൊടിക്കൈകളും അഭ്യസിച്ചിരിക്കണം. അത് പറഞ്ഞു വരുന്നത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ഇതിന് അഗ്നിപരീക്ഷ എന്ന പേരിട്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ അഗ്നിപരീക്ഷയിൽ 1-2 ജഡ്ജസ് മാത്രമല്ല അവരെ ജഡ്ജ് ചെയ്യുന്നത്, പകരം കോടിക്കണക്കിന് വരുന്ന പ്രേക്ഷകർ കൂടിയാണ്. അഗ്നിപരീക്ഷ കഴിയുന്നതോടുകൂടി അവിടുത്തെ ജഡ്ജ്മെന്റ് അവസാനിക്കും. എന്നാൽ പ്രേക്ഷകർ വിടില്ല. സീസൺ 8 അവരെത്തിപ്പെടുന്നതോടുകൂടി വീണ്ടും പ്രേക്ഷകരുടെ ഒരു ജഡ്ജ്മെന്റും ഒരു വേട്ടയാടലും പിന്നാലെ നടന്നുകൊണ്ടേയിരിക്കും. ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയുണ്ട്. ടാർഗറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഇവർക്ക് കൂടുതലാണ്. പുറത്തു വലിയ ജനപിന്തുണയോടുകൂടിയാണ് ഈ 8 പേർ വരുന്നതെന്ന് സെലിബ്രിറ്റികൾക്ക് നന്നായിട്ട് അറിയാം. അതിനാൽ തന്നെ സ്വാഭാവികമായും സെലിബ്രിറ്റി മത്സരാർത്ഥികൾ ഈ കോമണേഴ്സിനെ ഭീഷണിയായി കാണുകയും ആദ്യ ആഴ്ചകളിൽ തന്നെ ഇവരെ ഗ്രൂപ്പ് തിരിഞ്ഞ് ടാർഗറ്റ് ചെയ്യുവാനും നോമിനേഷനിൽ കൊണ്ടുവരുവാനും ശ്രമിക്കും. നിങ്ങൾ ഓൾറെഡി ഒരു ഷോ കളിച്ച് പ്രൂവ് ചെയ്തവരല്ലേ, ഇനി ഞങ്ങൾക്കൊരവസരം തരൂ എന്നുള്ള നറേറ്റീവായിരിക്കും അവരുപയോഗിക്കുവാൻ സാധ്യതയുള്ളത്. അടുത്തത് അമിത ആത്മവിശ്വാസവും പെട്ടെന്നുള്ള ഫെയിമുമാണ്. മെയിൻ ഷോയിൽ എത്തുന്നതിന് മുൻപ് തന്നെ പ്രശസ്തിയും വലിയ ഫാൻസും ലഭിക്കുന്നത് ചിലപ്പോൾ ഇവരെയൊക്കെ ബാധിച്ചേക്കാം. ഈ അമിത ആത്മവിശ്വാസം കാരണം ബിഗ് ബോസ് ഹൗസിൽ ഇവർക്ക് ഗെയിം പ്ലാനുകളിൽ തെറ്റുപറ്റാനും സാധ്യതയുണ്ട്. അതുമാത്രവുമല്ല, ഒരു റിയാലിറ്റി ഷോ അങ്ങോട്ട് കഴിഞ്ഞ് തൊട്ടു പിന്നാലെ അടുത്തൊരു വലിയ ഷോയിലേക്ക് കയറുന്നത് മാനസികമായി വലിയ തളർച്ചയ്ക്കും കാരണമായേക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ആഭ്യന്തര കലഹമാണ്. അതെന്താണെന്ന് വെച്ചാൽ അഗ്നിപരീക്ഷയിൽ ഒരുമിച്ച് മത്സരിച്ചവരായതുകൊണ്ട് തന്നെ അവർക്കിടയിൽ വലിയ ഈഗോ പ്രശ്നങ്ങളും മുൻവൈരാഗ്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതിനാൽ തന്നെ ഇവർ ഒരുമിച്ച് നിൽക്കുന്നതിന് പകരം പരസ്പരം ചെളിവാരി എറിയുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അത് സെലിബ്രിറ്റികൾക്ക് വലിയൊരു അഡ്വാൻറ്റേജായി മാറും. ചുരുക്കി പറഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ കോമണേഴ്സിന് നൽകുന്നത് ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ്. ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ഈ 8 പേരിൽ ഒരാൾ ഇത്തവണ കപ്പടിക്കും. എന്നാൽ അമിത ആത്മവിശ്വാസവും മുൻകൂട്ടിയുള്ള നെഗറ്റിവിറ്റിയും ഉണ്ടായാൽ ആദ്യ ആഴ്ചകളിൽ തന്നെ ഇവർ പുറത്താകാനും സാധ്യതയുണ്ട്. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഈ പുതിയ മാറ്റം കോമണേഴ്സിന് ഗുണം ചെയ്യുമോ അതോ ദോഷം ചെയ്യുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷകളുടെ വിശകലനങ്ങളും പുതിയ അപ്ഡേറ്റുകളുമായി ഒലു ക്രിയേഷൻസും നിങ്ങൾക്കൊപ്പമുണ്ട്. അതിനാൽ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ബിഗ് ബോസ് പ്രേമികൾ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുവാൻ ഓർപ്പിക്കുന്നു. അടുത്തൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ ബൈ.